ഇന്നൊരു ഞായറാഴ്ചയാണ്. കുറച്ച് വൈകിട്ടാണ് എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ഇത് ചായ വെക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം. പിന്നെ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ കറിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ചായയൊക്കെ വെക്കാനായിട്ട് നോക്കി. അപ്പോഴേക്കും വാവിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേഗം വിളക്കൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നോക്കട്ടെ കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാനാണ്. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാനായിട്ട് നോക്കട്ടെ. നേരെ വൈകി ഒരു 9:30 ആയിട്ടുണ്ട്. ഇനി ചായ കുടിക്കണം. പിന്നെ ചോറ് വൈകുന്നേരം തന്നെ തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കറി എന്തെങ്കിലും വെക്കണം. ചിക്കൻ കറിയുടെ ഉണ്ട്, വേറെ എന്തെങ്കിലും കറി വെക്കണം. പിന്നെ ഇന്നലെ ചെമ്മിയാനും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഉണക്ക ചെമ്മിയാനും വാങ്ങി, അതിൻ്റെ കറി ഇരിക്കുന്നുണ്ട്. വലിയൊരു ഉപ്പേരി ഉണ്ടാക്കണം. എന്നിട്ട് എനിക്കിന്ന് ഉച്ച തിരിഞ്ഞിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം. ഉറപ്പില്ല, പറ്റിങ്ങ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കട്ടെ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോഴേക്കും കാപ്പിയൊക്കെ തിളച്ച് വന്നു. അപ്പോൾ വിജയശേട്ടൻ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴാണ് വീടിൻ്റെ അടുത്തുള്ള കുട്ടി ചക്ക വേണമെന്ന് ചോദിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉമ്മറത്തേക്ക് പോയപ്പോൾ പാലൊക്കെ തിളച്ച് പോയി. അപ്പോൾ വാവച്ചി വേഗം കാപ്പിയൊക്കെ ആറ്റിയെടുത്തു. കാപ്പിപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അപ്പോഴേക്കും ഞാൻ ഗ്യാസൊക്കെ തുടച്ചെടുക്കുകയാണ്. നല്ലോണം പാലൊക്കെ തിളച്ച് പോയിട്ടുണ്ടായിരുന്നു. നന്നായി പഞ്ചസാരയൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ ഒരു ഒട്ടലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം സ്മെല്ലുണ്ടായിരുന്നു, അതായത് പച്ചമണം പാലിൻ്റെ. അപ്പോൾ ഞാൻ സോപ്പൊക്കെ ഇട്ടിട്ട് സ്ക്രബ്ബറൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം തുണി കൊണ്ടൊക്കെ തുടച്ചെടുത്തു. അവിടെ തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചു. അപ്പോഴേക്കും വാവിച്ച് കാപ്പിയൊക്കെ എടുത്തിട്ട് ആളൊരു ഗ്ലാസ് കുടിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വേഗം വിജയശേട്ടന് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കൊടുക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ഒന്നും കഴിച്ചിട്ടില്ല, കാലത്ത് എണീറ്റിട്ട് ഇത്തിരി വൈകിട്ടാണല്ലോ എണീറ്റത്. അപ്പം അങ്ങനെ ഞാൻ വേഗം വിജയശേട്ടന് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ ആൾ പറഞ്ഞു ഞാൻ കാപ്പി കുടിച്ചിട്ട് അവിടെ പോയിട്ട് ചക്കയൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ആൾ പോയിട്ട് അവിടെ നിന്ന് ചക്കയൊക്കെ എടുത്തിട്ട് വന്നു. അത്യാവശ്യം നല്ല മൂത്ത ചക്കയായിരുന്നു. അപ്പോൾ ഞാൻ ചക്കയൊക്കെ വെട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ. അപ്പോഴേക്കും ഞാൻ ചപ്പാത്തിയൊക്കെ പകുതി കുഴച്ചിട്ട് നിൽക്കുമ്പോഴാണ് പാലൊക്കെ തിളച്ച് പോയത്. അപ്പോൾ ഞാനത് നന്നായി കുഴച്ച് ഒന്നും കൂടി കുഴച്ച് നല്ല സോഫ്റ്റാക്കി. ഇപ്പോൾ വിജയശേട്ടനെ കൊണ്ട് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ കുഴപ്പിച്ചു. അപ്പോൾ അങ്ങനെ ആൾ നന്നായി കുഴച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ബോൾസുകളായിട്ട് ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഇടട്ടെ കേട്ടോ. ഇങ്ങനെ ബോളുകളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത് അപ്പടിയൊന്നും വേണ്ട, ഞാനും വിജയശേട്ടനും വാവിച്ച് മാത്രമേ ഉള്ളൂ. മണിക്കുട്ടൻ വീട്ടിലാണ്, എൻ്റെ വീട്ടിലാണ്. അവനൊന്ന് കൊണ്ടുവരണം, അവന് പനിയായിരുന്നു. അപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഞാൻ ജോലിക്ക് പോകണ കാരണം, അമ്മയ്ക്ക് വയ്യാത്ത കാരണം അമ്മ ഇപ്പോൾ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ അവിടെ ആക്കി വെക്കുക. അവനെ പിന്നെ ഇന്ന് പോയി കൊണ്ടുവരണം. അവന് കുറവായി, കുഴപ്പമൊന്നുമില്ല. ചപ്പാത്തി ഉണ്ടാക്കട്ടെ കേട്ടോ. അതിന് മുമ്പ് എനിക്കൊരു ഗ്ലാസ് കാപ്പി കുടിക്കണം. വൈകി പോയില്ലേ, ഇതിനേക്കാളും നേരത്തെ കാപ്പി കുടിക്കാറുണ്ട്. ഞാനൊരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ടേ ഉണ്ടാക്കണുള്ളൂ ചപ്പാത്തി. അങ്ങനെ ഞാൻ ചപ്പാത്തി ഇത് മാവ് ബോൾസുകളൊക്കെ ആക്കിയിട്ട് ഇട്ടതിന് ശേഷം ഞാൻ വേഗം ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്തിട്ട് കുടിച്ചു. ഞാനും കാപ്പിയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിനി ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കട്ടെ. അപ്പോൾ 10 ചപ്പാത്തിയാണ് ഉണ്ടാക്കണുള്ളൂ, കൂടുതലൊന്നും ഉണ്ടാക്കണില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 3 പേർക്കുള്ളതാണ് വേണ്ടോ. പിന്നെ ബാക്കിയുള്ളത് ഞാൻ വൈകുന്നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം കുഴയ്ക്കാനും പരത്തണം, കുഴയ്ക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ എനിക്ക് പരത്തിയിട്ട് അപ്പം ചുട്ടെടുക്കാനായിട്ട് അത്രയ്ക്ക് അറിയില്ല. അപ്പോൾ ഞാൻ 10 ചപ്പാത്തിയും പരത്തി കിണ്ണത്തിലിട്ടതിന് ശേഷം അത് ചുട്ടെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നല്ലോണം പൊടിയൊക്കെ തൊട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടാണ്ട് നമുക്ക് കിണ്ണത്തിലിട്ടാലും ഒട്ടാണ്ട് കിട്ടും. അപ്പോൾ അത്രയ്ക്ക് വലിയ വട്ടമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തണതിൻ്റെ ഒപ്പം ഞാൻ പലകയും തിരിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ശീലം. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, എനിക്കറിയണ പോലെ ഞാൻ ചെയ്തു. അപ്പോൾ ഇത് ഒരു ഷോർട്ട്സായി തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കണ്ടു നോക്കണം. അപ്പോൾ അങ്ങനെ മുഴുവൻ ചപ്പാത്തി ഞാൻ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ പലകയും കോലൊക്കെ ഞാൻ കഴുകി വെച്ചു. അതിന് ശേഷം ഞാൻ തിണ്ടിൽ നിറച്ച് പൊടിയായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചെടുത്തു. അപ്പോൾ എനിക്ക് നല്ല നീറ്റായിട്ട് കിടക്കണം തിണ്ടൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും അത് തുടച്ചിടാറുണ്ട്. അപ്പോൾ അങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. തലേദിവസം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും എന്നെ അമ്മ വിളിച്ചു. എന്താണെന്ന് വെച്ചാൽ അമ്മേനെ ഞാൻ എന്നും കാലത്ത് വിളിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇത്തിരി എണീക്കാൻ വൈകിയ കാരണം അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അമ്മ വയ്യ
ചെയ്യാണ്ടിരിക്കുകയല്ല. അപ്പോൾ അമ്മയായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അപ്പോഴേക്കും വാവച്ചി വേഗം വന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ബിജേഷേട്ടൻ പറഞ്ഞു ചക്കയൊക്കെ വെട്ടി ചുള പറിച്ച് തരാം, ഉച്ചയ്ക്ക് ഉപ്പേരി വെക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം വേഗം പോയി ബിജേഷേട്ടൻ ചക്കയൊക്കെ വെട്ടി തന്നു. ആളെന്നെ ചക്കയൊക്കെ വെട്ടി ചുളയൊക്കെ പറിച്ച് തന്നു. അപ്പോൾ ഉപ്പേരി വെക്കല്ലേ വേണ്ട എനിക്ക്, അത് അരിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ വെട്ടി തന്നു. പിന്നെ മണിക്കുട്ടനെ കൊണ്ടുവരാനാണെങ്കിൽ പോകണം, അവൻ വീട്ടിലാണല്ലോ പനിയായ കാരണം. അപ്പോൾ അവനെ കൊണ്ടുവരാനായിട്ട് പോകണം. അപ്പോൾ അങ്ങനെ ബിജേഷേട്ടൻ ചക്കയൊക്കെ വെട്ടി നല്ല മൂത്ത നല്ല ചക്കയായിരുന്നു. അപ്പോൾ ഒരു കഷ്ണം ചക്ക ബിജേഷേട്ടൻ പോകുമ്പോൾ അമ്മയ്ക്ക് കൊടുത്തോളാൻ പറഞ്ഞു. മുഴുവൻ നമുക്ക് വേണ്ട, ഒരു കഷ്ണം കൊടുത്തോളാം ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് ചക്ക. അപ്പം അങ്ങനെ ചക്കയൊക്കെ വെട്ടി ചുളയൊക്കെ പറിച്ച് തന്നതിന് ശേഷം ഞാൻ തലേദിവസം ചോറൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. അതിന് ശേഷം ഞാൻ മേശയൊക്കെ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിനാഗിരിയും വെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് പിഴിഞ്ഞിട്ടാണ് ഞാൻ തുടയ്ക്കാറ്, അതൊക്കെ തെളിച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ചില്ലിൽ പച്ചമണോ ഒന്നും ഉണ്ടാവില്ല, പിന്നെ അത്രയ്ക്ക് പൊടിയൊന്നും പിടിക്കില്ല. അപ്പോൾ ഞാനത് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളതുപോലെ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് കമൻറ്റിലൂടെ പറയണം. അപ്പം അങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം ഞാൻ എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ കാലത്ത് വാവച്ചി കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു വാരി തുടച്ചതിന് ശേഷമാണ് വിളക്കൊക്കെ വെച്ചത്. അപ്പോൾ പിന്നെ അത്രയ്ക്ക് പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ വെറുതെ ഒന്ന് അടിച്ചു വാരി. പിന്നെ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ, നിലത്തൊന്നും ടൈൽസൊന്നും ഇടാത്ത കാരണം എപ്പോഴും പൊടി ഉണ്ടാവും. അപ്പോൾ ഞാൻ നന്നായി തുടച്ച് അടിച്ചു വാരിയൊക്കെ എടുത്തു. അങ്ങനെ അടിച്ചു വാരിയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ പാത്രങ്ങൾ, കാപ്പി പലഹാരമൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചപ്പാത്തിയുടെ കുഴച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകിയെടുക്കുകയാണ്. അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ ഒരുപാട് പാത്രങ്ങളുണ്ട്, അതൊക്കെ കഴുകിയെടുക്കണം. അപ്പം അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം എനിക്ക് ചക്കയൊക്കെ നന്നാക്കിയിട്ട് അതൊക്കെ ഉപ്പേരി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ പിന്നെയും തിണ്ടൊക്കെ നന്നായി തുടച്ചെടുക്കുകയാണ്. എനിക്ക് എപ്പോഴും തിണ്ട് തുടച്ച് വൃത്തിയായി കിടക്കണം. അപ്പം അങ്ങനെ തിണ്ടൊക്കെ തുടച്ച് തുണിയൊക്കെ പിഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തുടച്ചെടുത്തു. അതിന് ശേഷമാണ് ഞാൻ സിങ്കൊക്കെ കഴുകിയെടുക്കുന്നത്. അപ്പം ഞാൻ ഇനി സിങ്കൊക്കെ കഴുകിയെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ സിങ്കൊക്കെ ഞാൻ സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു, വെറുതെ വെള്ളം ഒഴിച്ച് കഴുകുക വേണ്ട. അപ്പോൾ ഞാൻ സിങ്കൊക്കെ വേഗം കഴുകിയെടുത്തു. അതിന് ശേഷം ഞാൻ ചക്കച്ചോളയൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ നല്ല മൂത്ത ചക്കയായിരുന്നു, നല്ല വറക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കി, പക്ഷെ വറക്കാൻ പറ്റില്ല, കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചക്കയൊക്കെ ഇതാക്കിയതിന് ശേഷം വേഗം ചോറൊക്കെ ഇട്ടിട്ട് ഞാൻ കുടുംബശ്രീക്ക് പോയി. കുടുംബശ്രീ കഴിഞ്ഞ് വരുമ്പോഴേക്കും വാവച്ചി കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ കൂടി കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചതിരിഞ്ഞ് മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ചു. അപ്പോഴേക്കും വാവച്ചി മിറ്റൊക്കെ അടിച്ച് തന്നു. ആളെന്നെ അത്യാവശ്യം പണികളൊക്കെ സഹായിച്ചു തരും. എന്താണെന്ന് വെച്ചാൽ ആളിപ്പോൾ 8ാം ക്ലാസ്സിലായല്ലോ. പിന്നെ ഞാൻ പറയും എനിക്ക് അമ്മയ്ക്കൊന്നും ചെയ്ത് തരണ്ട, നീ പഠിച്ചോളാൻ പറയും. എന്നാലും ആളെനിക്ക് ചെറുതായിട്ടൊക്കെ സഹായിച്ചു തരും. അതിന് ശേഷം ഞാൻ വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ മണിക്കുട്ടനും ബിജേഷേട്ടൻ പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേദിവസം ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വറുത്തെടുത്തതിന് ശേഷം ഞാൻ വെറുതെ ചപ്പാത്തിക്ക് ഒരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് അറിയൊന്നുമില്ല, അറിയണ പോലെ ഞാൻ ചെയ്തു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ മണിക്കുട്ടന് വാവച്ചിക്ക് ഞാൻ കാലത്ത് ഉണ്ടാക്കിയ ചപ്പാത്തിയുടെ മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് കുറച്ച് വറക്കാനായിട്ട് ഫ്രിഡ്ജിൽ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വറുത്തിട്ട് ചെറുതായിട്ടൊരു പെപ്പർ ചിക്കൻ പോലെ എനിക്ക് അറിയണ പോലെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാൻ വിജേഷേട്ടന് ചോറുണ്ടു. അപ്പം അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനി നാളെ തൊട്ട് കാലത്ത് നേരത്തെ എണീക്കണം. മണിക്കൂട്ടന് 6 മണിക്കാണ് ട്യൂഷൻ. അപ്പോൾ പോകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് പോവുക. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പുട്ടുണ്ടാക്കണം. പിന്നെ കടല ഗ്രീൻ ബീൻസാണ്, അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യണം. പിന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ കഴുകി ഇനി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഗുഡ് നൈറ്റ്.